ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ നായികയാകേണ്ടിയിരുന്നത് ശാലിനി. പക്ഷേ നിയോഗം കാവ്യയ്ക്ക്. 1999 പുറത്തിറങ്ങിയ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയായി കാവ്യ മാധവൻ അവതരിപ്പിച്ച രാധ എന്ന കഥാപാത്രത്തിനു വേണ്ടി ആദ്യം സമീപിച്ചിരുന്നത് മറ്റൊരു താരത്തെയായിരുന്നു. അത് ശാലിനിയായിരുന്നു. എന്നാൽ നിറം എന്ന സിനിമയുടെ തിരക്കുകൾ കാരണം ഈ ചിത്രത്തിൽ നിന്നും ശാലിനി പിന്മാറുകയാണ് ഉണ്ടായത്. പിന്നീടാണ് അതുവരെ ബാലതാരമായി ചില സിനിമകളിൽ അഭിനയിച്ച കാവ്യ മാധവനിലേക്ക് എത്തുന്നത്. അന്ന് കാവ്യ മാധവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. കുറച്ച് ആശങ്കയോടെയാണ് കാവ്യ ഈ കഥാപാത്രം ഏറ്റെടുത്തതെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിക്കുകയും ആദ്യമായി നായികയായി അഭിനയിച്ച സിനിമ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ മറ്റൊരാളുടെ അഭാവത്തിൽ അവസരം തേടിയെത്തി വിജയം വരിച്ച നായികമാരെ നിങ്ങൾക്കറിയാമോ? ടെൻഷൻ വന്നോ ചേച്ചി ഓട്ടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചാക്കോച്ചന്? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കോളേജിലെ ക്യാമറ വെച്ച് ഫ്രെയിം ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗിയർ വേഗം ന്യൂട്രലിലോട്ട് മാറ്റും. അപ്പോൾ പിന്നെ ഒരു ധൈര്യം ഉണ്ടല്ലോ. അപ്പം ഗിയർ ന്യൂട്രലിലോട്ട് മാറ്റുന്ന ഒരു ഓർമ്മ എനിക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ വണ്ടി ഓടിക്കും. ഇപ്പൊ ഡ്രൈവ് ചെയ്യും. ട്രാഫിക്കിന്റെ സമയത്ത് ആസിഫ് ഗിയർ ന്യൂട്രലോട്ട് മാറ്റും. ഞാൻ പുറകിൽ നിന്ന് ചാടി വന്ന് ഹാൻഡ് ബ്രേക്ക് വലിക്കും. ഇങ്ങനെയാണ് സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ ജീവനോടെ ഇരിക്കുന്നതിന് കാരണം അത് തന്നെയാണ്. അല്ല, ഈ നിറത്തിന്റെ സമയത്ത് പ്രിയ ചേച്ചിയൊക്കെ ആയിട്ട് ഭയങ്കര കൊടുമ്പിരി കൊണ്ട പ്രണയത്തിലായിരുന്നു ചാക്കോച്ചൻ എന്ന് പറഞ്ഞു. ചേച്ചിക്ക് അതിനെപ്പറ്റി വല്ല ക്ലൂ ഒക്കെ അറിയായിരുന്നോ? ഇല്ല, ഒന്നും അറിയില്ലായിരുന്നു. ഒന്നും അറിയണ്ടായിരുന്നില്ല. എങ്ങനെയാ ചാക്കോച്ചി ഇത്ര രഹസ്യമായിട്ട് ഇതൊക്കെ? അത് എനിക്കും അറിയില്ല, അതല്ലേ പ്രശ്നം. ഞങ്ങൾ പ്രണയത്തിലായിരുന്നു എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇത് അന്ന് എല്ലാവരുടെ ഒരു വിചാരം ഞാനും ശാലിനിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ളതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ബാക്കി എന്ത് പ്രണയത്തിന്റെ ഇൻഫർമേഷൻസ് വന്നാലും അത് ഫേക്ക് ആണെന്നുള്ള രീതിയിലായിരിക്കും പൊതുവെ നമ്മുടെ സമൂഹം തെറ്റിദ്ധരിച്ചിരുന്നത്. അങ്ങനെ അല്ല, ഇപ്പം ശാലിനി അജിത് സാറുമായിട്ടൊരു റിലേഷൻ സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പുറത്തെ ചാക്കോച്ചനും പ്രിയ ചേച്ചിയും തമ്മിൽ. ഇതൊക്കെ ചേച്ചി ഇതിന്റെ നടുക്ക് നിന്ന് അറിഞ്ഞിരുന്നോ ചേച്ചി? പൊട്ടത്തിയായിരുന്നു, അറിഞ്ഞില്ല ഒന്നും. ശാലിനിയും അജിത് സാറിനെയും ഞാൻ അറിയായിരുന്നു. നമ്മൾ തമിഴ് ചെയ്ത സമയത്ത് അറിഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു കമൽ സാറ് പറഞ്ഞിരുന്നു ആ സമയത്ത്. ബാക്കി വലിയ വിവരമില്ലായിരുന്നു. ഇതിനെപ്പറ്റി ഒന്നും ഒരു വിവരമില്ല. ഇല്ല, ധാരണയില്ലായിരുന്നു. എനിക്കൊന്ന് ഒരിക്കൽ എപ്പോഴും മയിൽപ്പീലിക്കാവിൻ്റെ സമയത്ത് ചാക്കോച്ചൻ പ്രിയ എന്നെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടോ ആ സമയത്ത്? എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ പോലെ. ഐ തിങ്ക് ആ ഗോൾഫ് ലിങ്സിൽ നമ്മുടെ സോങ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് 2 പേര് ഉണ്ടായിരുന്നു, പ്രിയയും. അപ്പോൾ പ്രിയ ആ ഒരു പേര് നൗ ഇറ്റ് സ്ട്രൈക്സ്. കുറച്ച് കാലം മുൻപ് തൊട്ട് അന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഓർമ്മ കാഷ്വലി. അപ്പം ഞാൻ ഹലോ എന്ന് മാത്രം പറഞ്ഞ് കാണുമായിരിക്കും. അങ്ങനെ ഒരുപാട് പേരെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അല്ല, എന്നാലും ചാക്കോച്ചൻ എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം എന്താണ് ചേച്ചിയുടെ? അനിയത്തിപ്രാവ്. ഓഫ് കോഴ്സ് അനിയത്തിപ്രാവ്. അനിയത്തിപ്രാവ് ഞാനൊരു 2-3 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അത് എൻ്റെ 10th എക്സാം കഴിഞ്ഞിട്ട്. അതുവരെ കാണിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നത്. പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ആദ്യമായിട്ട്, അന്നൊന്നും ഇന്നത്തെ പോലെ അങ്ങനെ ഞങ്ങൾ ഫാമിലി അല്ലാതെ ഫ്രണ്ട്സ് മാത്രമായിട്ട് പോകുന്ന ഒരു രീതിയൊന്നും എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് അങ്ങനെയൊന്നും. അത് കഴിഞ്ഞ് ഞങ്ങൾ പരീക്ഷ കഴിഞ്ഞു. പരീക്ഷയുടെ സമയത്ത് അടങ്ങിയിരിക്കാൻ ഉള്ള ഒരു ഉറപ്പ് തന്നത് അത് കഴിഞ്ഞ് അനിയത്തിപ്രാവ് കാണിക്കാം, ഫ്രണ്ട്സുമായിട്ട് പോയി കാണാം എന്നുള്ളൊരു ഉറപ്പിലായിരുന്നു. അങ്ങനെ അനിയത്തിപ്രാവ് കണ്ടു. ആ ഒരു സമയത്തെ ആ ഒരു ഹരം, ബിക്കോസ് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞ ആ ഒരു എറ കഴിഞ്ഞ് ചാക്കോച്ചൻ എന്ന് പറയുന്ന ആ ഒരു വേവ് വന്നത് ആ ഒരു സമയത്തായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഒരു ഫ്യൂ മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് മൂവി ചെയ്യുന്നത്. അപ്പം ഐ വാസ് എ ഫാൻ ഗേൾ ആ സമയത്ത്. ആൻഡ് ഇപ്പോഴും ഓൾവേസ്. ഇപ്പം മോർ ദാൻ ദാറ്റ് എൻ്റെ അമ്മയായിട്ടാണ് പുള്ളിക്കാരി കൂടുതൽ കമ്പനി. അതെന്ന് വെച്ചാൽ ആൻറ്റിയുടെ മെസ്സേജ് ചിലപ്പോൾ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചോദിക്കും എവിടെയാ, റിപ്ലൈ ഇല്ലല്ലോ. അപ്പം അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് ആൻറ്റി റിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറയും മോനോട് ചോദിച്ചു മോൻ പറഞ്ഞിട്ടുണ്ട് എവിടെയാന്ന്. അപ്പം അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി ചെയ്തത്. ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ട് ഞാൻ മൂവി ചെയ്യുന്നില്ല, പഠിത്തം ആ ഒരു ഇതിലോട്ട് പോവാം എന്നൊക്കെ അങ്ങനെ ഇരുന്നു. അങ്ങനെ പിന്നെ സെക്കൻഡ് മൂവി വന്നു. സെക്കൻഡ് മൂവി ജയരാജ് സാറിൻ്റെ മൂവി. അത് കഴിഞ്ഞ് പറഞ്ഞു ഇനി ഞാൻ പടമില്ല എന്ന് ഞാൻ തീർത്ത് വീട്ടിൽ പറഞ്ഞൊരു സമയത്താണ് അനിൽ ബാബു സാർ അവർ എൻ്റെ ഡാഡിയെ വിളിച്ചത്. അപ്പോൾ ഡാഡി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ കോളേജിൽ വന്ന് എന്നെ വിളിക്കാൻ വന്നപ്പം മൂവി
ഒരു മൂവിയുടെ കോള് വന്നിട്ടുണ്ട്. ഞാൻ മൂവി എന്ന് കേട്ടപ്പോൾ ഞാനില്ല എന്നോട് പറയണ്ട ഡാഡി കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിച്ചില്ല. തിരിച്ച് കാറിൽ വരിക, ഞാൻ എന്നോട് എനിക്ക് മൂവി കേൾക്കണ്ടേ, ചാക്കോച്ചനോട് ഇപ്പം തന്നെ ചെയ്യാം അങ്ങനെയായിരുന്നു. പിന്നെ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. എന്നാൽ അത്രയും നമ്മൾ ആരാധന കൊണ്ട് നോക്കിയ ഒരാളെ നേരിട്ടിങ്ങനെ കാണുമ്പോഴത്തേക്ക് ആ ഫസ്റ്റ് മൊമെന്റ് എന്തായിരുന്നു മനസ്സിലൂടെ കടന്നുപോയൊരു വികാരം? ഒരുപാട് കൊല്ലം മുൻപുള്ളത് വികാരം ഒന്നും ഓർമ്മ വരുന്നില്ല. പക്ഷെ ഐ തിങ്ക് ഫോട്ടോഷൂട്ടായിരുന്നു നമ്മുടെ രാജൻ പോൾ, നമ്മുടെ കാസറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു മൂവിക്ക് മുൻപ്. അതായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. അത് കഴിഞ്ഞ് പിന്നെ ആ സോങ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ സ്ട്രെച്ച് ഡാൻസ് ആണെന്ന് പറഞ്ഞു, രണ്ടുപേരും അസാധ്യമായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു നിങ്ങൾ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്തൊക്കെ? കാലിൽ ചവിട്ട്, വഴക്ക്, അടിപിടി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? വെരി ഗുഡ് ഡാൻസർ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വാസ് ക്വൈറ്റ് കംഫർട്ടബിൾ. ഇതിൽ ആരായിരുന്നു കൂടുതൽ വെള്ളം കുടിച്ചത് ആ ഡാൻസിന്റെ സമയത്ത്? ചെയ്തൊരു ഇതാണ്. പിന്നെ കല മാസ്റ്ററിന്റെ കൂടെയുള്ള എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. മാസ്റ്റർ ടെറർ ആയിരുന്നു എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് ആയപ്പോഴത്തേക്കും ഫ്രണ്ട്ലി ആയിരുന്നു. ബൃന്ദ മാസ്റ്റർ ഒരു സോങ് ചെയ്തിട്ടുണ്ട്. ബൃന്ദ മാസ്റ്റർ ആയിരുന്നു. ബൃന്ദ മാസ്റ്റർ. പിന്നെ ഒരു ബാക്കി സോങ്ങുകളെല്ലാം കല മാസ്റ്റർ. കാരണം ആ സോങ് എന്ന് പറയുന്ന എപ്പിക് സോങ് ആണ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്കും കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാ ഡിവിഷനിൽ നിന്നും ഈ പാട്ട് മാത്രമേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ വീണ്ടും ആ പാട്ട് തന്നെ, ഫുൾ ആ പാട്ടായിരുന്നു. അത്ര എപ്പിക് സോങ് ആയിരുന്നു.